ഇനിയിപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ അനിൽകുമാറിലേക്കാണ് പോകേണ്ടത്. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഡോക്ടർ ആരിഫ് ഹുസൈൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗത്തു നിന്ന് നമുക്കൊന്ന് തുടങ്ങാം. ഈ ഒറ്റ ദിവസം കൊണ്ട് GCC രാജ്യങ്ങളെ ഒന്നാകെ ആക്രമിക്കുന്നൊരു നിലപാട് ഒരു മുസ്ലിം രാഷ്ട്രമായ ഇറാനിൽ നിന്ന് ഉണ്ടാകുകയാണ്. ഈ ഇസ്രായേലിനും US-നും എതിരെ എന്ന് പറയുമ്പോൾ പോലും ഈ GCC രാജ്യങ്ങൾ സൗദി, UAE, കുവൈറ്റ്, ജോർദാൻ, ബഹ്റൈൻ, ഖത്തർ ഇവിടെയൊക്കെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ സിവിലിയൻസിനെ അടക്കം ലക്ഷ്യം വെക്കുന്ന രീതിയിലാണ് ഇറാന്റെ ആക്രമണം നടന്നിട്ടുള്ളത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കണ്ണും പൂട്ടിയ ഒരു ആക്രമണം ഇത്തരത്തിൽ അമേരിക്കയോടുള്ള, ഇസ്രായേലിനോടുള്ള വിരോധം മൂലം സ്വന്തം രാജ്യങ്ങൾക്കെതിരെ പോലും നടത്തുകയാണോ ഇറാൻ? അല്ല, അതല്ലാതെ വേറൊരു വഴി ഇറാന്റെ മുന്നിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇപ്പൊ അവർ പ്രതീക്ഷിക്കുന്ന രാജ്യങ്ങൾ പോലും അവരോടൊപ്പം കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. ഉദാഹരണമായി റഷ്യയുടെ കാര്യം എടുക്കാം, അല്ലെങ്കിൽ ചൈനയുടെ കാര്യം എടുക്കാം. അവർക്ക് പോലും ഇപ്പോൾ ഇറാനെ പിന്തുണ പരസ്യമായി കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വാക്കുകൾ കൊണ്ട് ചില കസരത്തുകളൊക്കെ അവർ കാണിക്കുമെങ്കിൽ അത് അവരുടെ ഗതികേടാണ്. അല്ലാതെ മറിച്ചൊരു സഹായത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. ഇസ്രായേലിനെ പിണക്കുവാൻ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ റഷ്യ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളെ പിണക്കുവാൻ, ചൈന മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളെ പിണക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ചൈന ഇറക്കുമതി ചെയ്യുന്ന ഓയിലിന്റെ ഏതാണ്ട് 13-14% കടലിടുക്കിലൂടെ വരുന്ന ഓയിലിന്റെ 13-14% ഏതാണ്ട് ഇറാനിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഒരർത്ഥത്തിലും ഇവരെ ഒന്നും പിണക്കിക്കൊണ്ട് പോകുവാൻ ചൈന ഇഷ്ടപ്പെടുന്നില്ല. ചൈന അതുകൊണ്ട് തന്നെ ഒരു നിഷ്പക്ഷമായ നിലപാട് ഇക്കാര്യത്തിൽ ചില ഒരു സൈനിക സഖ്യം ഉണ്ടെന്ന് ആലോചിക്കണം. ഏകദേശം 25 വർഷത്തോളം നിലനിൽക്കുന്ന ഒരു കരാറിൽ അടുത്ത സമയത്ത് അവർ ഒപ്പുവെച്ചതേ ഉള്ളൂ. അപ്പൊ എന്നിട്ടും അവർക്ക് പരസ്യമായി പിന്തുണ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇറാൻ പലപ്പോഴും ഈ എടുത്തിട്ടുള്ള ഈ നിലപാടുകൾ അവർ ഒരു തരത്തിലുള്ള യുറേനിയം എൻറിച്ച്മെന്റ് പ്രോസസ്സിൽ നിന്ന്, അഥവാ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കുന്നതിൽ നിന്ന് പോവുകയില്ല എന്നും, ഇസ്രായേലിനെതിരെ പരസ്യമായി എടുക്കുന്ന നിലപാടുകളും ആ നിലപാടുകളെ യൂതന്മാരെ തൂത്തെറിയുക തുടങ്ങിയിട്ടുള്ള നിലപാടുകളും പരസ്യമായിട്ട് എടുക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾ എന്ന് പറയുന്നത് പലപ്പോഴും പിന്നീട് ഹൂതികളെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഇങ്ങനെ പല അർത്ഥത്തിലും ലോകത്ത് ഭീകരവാദവും അതുപോലെ തന്നെ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള, അല്ലെങ്കിൽ അന്തർദേശീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതുമായുള്ള സാഹചര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും അതിനെ ഏത് പരിധിവരെയും തടയുന്നുള്ള, പ്രത്യേകിച്ച് ഇസ്രായേൽ അതൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട്, തങ്ങളുടെ നിലനിൽപ്പിനുള്ള ഒരു ഭീഷണിയായിട്ടാണ് ഇറാനെ കാണുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ നടത്തുന്ന ഈ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇപ്പൊ നടത്തുന്ന ഈ സൈനിക നടപടി എന്ന് പറയുന്നത്, അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. അവര് പറഞ്ഞേക്കുന്നത് ഒരു മാസീവ് കോമ്പാറ്റന്റ് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. മാസീവ് കോമ്പാറ്റന്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ മിലിറ്ററി പരമായി നോക്കിയാൽ ആഴത്തിലുള്ളതും സൈനികപരമായി വളരെ ബൃഹത്തായതുമായ ഒരു ആക്രമണ പദ്ധതിയാണ് ഇത് എന്ന് അവരവരുടെ പദ്ധതിയിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് ഫെബ്രുവരി 19 അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു, തങ്ങൾ നെഗോഷിയേറ്റിംഗ് ടേബിളിൽ, അതായത് സമാധാന സന്ധി ചർച്ചകൾ നടത്തുമ്പോൾ ഇറാൻ അതിനോട് സഹകരിക്കുന്നില്ല എങ്കിൽ 10 ദിവസങ്ങൾ അനുയോജ്യമായ തീരുമാനം എടുക്കുമെന്ന് ലോകത്തോട് പറയുകയും, ഏതാണ്ട് 8 സ്ഥിരമായ ബേസുകൾ, 8-9 സ്ഥിരമായ ബേസുകളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അവർക്കുള്ളത്. അവിടെ അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളായ എബ്രഹാം, അതുപോലെ തന്നെ USS ജെറാൾഡ് പോലെയുള്ള കപ്പലുകൾ വിന്യസിക്കുകയും വലിയ നീക്കം നടത്തുകയും 50,000-ത്തിലധികം പട്ടാളക്കാരെ ഈ മേഖലകളിൽ വിന്യസിക്കുകയും ഒക്കെ ചെയ്തപ്പോ സ്വാഭാവികമായും എല്ലാവർക്കും അറിയാം ഈ ശക്തമായ നിലപാട് എടുത്തുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് പോകും എന്നുള്ളത്. എന്നാൽ മറ്റൊരു സാഹചര്യം കൊണ്ട് ഇറാനിലെ ആഭ്യന്തര അവസ്ഥയാണ്. ഖമേനിക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധം അവിടെ വളർന്നു വരുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ സാങ്ഷൻസിൽ നട്ടം തിരിയുന്ന ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ പണപ്പെരുപ്പം കൂടുകയാണ്, അവിടെ അസ്ഥിരത വർദ്ധിച്ചു വരുന്നു, അവിടെ സാമ്പത്തികപരമായ കെടുകാര്യസ്ഥതയും പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്നു. ഈ സാഹചര്യത്തിൽ പ്രതിഷേധം ഖമേനിക്കെതിരെ ശക്തമാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ അമേരിക്ക ഇപ്പോഴും ഉന്നം വെക്കുന്നത് പുറത്താക്കിക്കൊണ്ട് തങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന, തങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു പ്രതിഷ്ഠിക്കുക, അതുവഴി തങ്ങളുടെ താല്പര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് എന്ന് പറയുന്നത് ഒഴിവാക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യമുണ്ട്. നേരത്തെ ലോകം നമ്മൾ പറയുന്നത്, ഇപ്പം 1990-കൾക്ക് ശേഷം ലോകം ഒരു ബഹുധ്രുവ ലോകക്രമത്തിലേക്ക് പോകുന്നു, ഇരുധ്രുവ ലോകക്രമത്തിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ വാഗ്വാദങ്ങൾ മുഴക്കിയെങ്കിലും അന്തർദേശീയ രാഷ്ട്രീയവും സംഘർഷങ്ങൾ ഉടലെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് അന്തർദേശീയ രാഷ്ട്രീയത്തിലെ ശക്തമായ സംഘർഷങ്ങൾ ഉടലെടുക്കുമ്പോൾ അവിടെ അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളും നിയന്ത്രിക്കുന്ന
ഏകധ്രുവ ലോകക്രമത്തിന്റെ താല്പര്യങ്ങൾ തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന് ഉറച്ച് പ്രഖ്യാപിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇക്കാര്യത്തിൽ സമവായത്തിന്റെ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഏതെങ്കിലും വിധത്തിന് അടിയറ വെച്ചുകൊണ്ടുള്ള ഒരു വിദേശ നയമല്ല ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. സ്ട്രാറ്റജിക് ആയിട്ടുള്ള നയം തന്നെയാണ് ഇന്ത്യ പിന്തുടരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദത്തിന്റെ ഒരു ഇരയായിട്ടുള്ള ഇന്ത്യക്ക് പരസ്യമായി ഇസ്രായേലിന് ഇറാന് പിന്തുണ കൊടുക്കുക എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ സാധ്യമല്ല. കാരണം അവർ അക്രമോത്സുകതയും അതുപോലെ തന്നെ പരമാവധി ആണവവത്കരണവും അതുപോലെ തന്നെ ഹൂതികളെ പോലെയുള്ള വിഭാഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദം നേരിടുന്ന ഒരു രാജ്യം എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇന്ത്യ പല അർത്ഥത്തിൽ ഇസ്രായേലുമായി ഡിഫൻസ് കരാറുകളുള്ള ഇന്ത്യ ഇപ്പോ ഏതാണ്ട് അതിസാഹസത്തിന് മുതിരില്ല. സ്വാഭാവികമായി ഇന്ത്യ വളരെ തന്ത്രപരമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ഇന്ത്യ